കോഴിക്കോടിൻ്റെ വലിയൊരു കലാസങ്കേതം തന്നെയായി മാറി. വലിയൊരു കൂട്ടായ്മ. എല്ലാവരും ഈ സംഗീതക്കാർ വേറെയും നാടകക്കാർ വേറെ സാഹിത്യകാരന്മാർ വേറെ അല്ല. വൈകുന്നേരം ആയാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു പാരമ്പര്യം കോഴിക്കോട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവരോടൊക്കെ ഇടപെട്ട് ചെറിയ ഒരു രീതിയിൽ വളർന്നു വന്നിട്ടുള്ള ആൾ തന്നെ. അതായിരിക്കും ആ ഒരു സൗഹൃദത്തിൻ്റെ ഒരു അനുഗ്രഹമോ ഗുരുത്വമൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഇതിൽ എത്താൻ പറ്റിയെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സിനിമയുടെ ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ മാമുക്കോയ്ക്ക് തുണയായത് നാടക ലോകം തന്നെയാണ്. നിലമ്പൂർ ബാലന്റെ സംവിധാനത്തിൽ അന്യരുടെ ഭൂമിയിലേക്ക്. സിനിമയിലേക്ക് ഞാൻ ഞങ്ങൾ നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു കഥ തോന്നിയപ്പോൾ ഇത് കൊള്ളാം, സിനിമയാക്കാൻ പറ്റുമെന്ന് കണ്ടപ്പം ഞങ്ങൾ എല്ലാവരും കൂടി തട്ടിക്കൂട്ടി സിനിമയാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് കോഴിക്കോട്ടൊരു മണ്ണ് എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായി. KG ജോർജിൻ്റെ. അത് 2 പ്രൊഡ്യൂസേഴ്സാണ്. അതെന്തോ കാരണവശാൽ ആ പ്രൊഡ്യൂസർമാർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞപ്പം അതിൽ ഒരാൾ മാധവൻ എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസറെ നിലമ്പൂർ ബാലൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് പണം ചെയ്യണമെങ്കിൽ വലിയ ആലോചനയൊന്നും വേണ്ട, എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് പള്ളിക്കണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, പോയാൽ വേണമെങ്കിൽ മാധവൻ അത് ചെയ്തോ, ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാലേട്ടൻ നിലമ്പൂർ ബാലൻ മാധവനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇതെല്ലാം മാധവനെ ഏൽപ്പിക്കുകയാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പം എന്നാൽ പിന്നെ സംവിധാനം ബാലനായിക്കോ, ആദ്യം ഞങ്ങൾ PA ബക്കർ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നിലമ്പൂർ ബാലൻ ആ കൃത്യം ഏറ്റെടുത്ത് ചെയ്തു. അതാണ് അന്യരുടെ ഭൂമി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ സിനിമ. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു. അതുകൊണ്ട് ന്യൂസ് ഷോ ഒക്കെ ഉള്ള ഒരു അർഹത ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് പോയി. പക്ഷെ അതിനൊരു ഈ ദേശീയവൽക്കരണത്തിൻ്റെ പേരിലൊരു കേന്ദ്ര അവാർഡ്